ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ ലിറ്റററി ലെൻസിന്റെ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ടിന്ന് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഷഹാന ഷെറിയാണ്. ഞാൻ ഷഹാന ഷെറിയെ വെൽക്കം ചെയ്യാണ്. പറഞ്ഞോളൂ ഷഹാന. കേൾക്കുന്നില്ല കേട്ടോ, മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. ഷഹാന പറയണത് കേൾക്കാനില്ല. ഒന്നും കേൾക്കണില്ല.
ഷഹാന ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്ക്. എന്റെ വോയിസ് ഒന്നും കേൾക്കാനില്ല. എല്ലാവരും ഒരു 5 മിനിറ്റ് സഹകരിക്കുക. ഒരു സാങ്കേതിക തകരാറ് മൂലമാണ് കേട്ടോ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേക്കാം. ഓക്കെ. അത് ഫോണിന് എന്തോ പറ്റിയാ തോന്നുന്നു. റേഞ്ച് പ്രോബ്ലം ആണോ എന്തോ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഓടയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലിന്റെ റിവ്യൂ ആണ്. നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ എഴുത്തുകാരനെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് പി കേശവദേവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞു നോവലാണ് ഓടയിൽ നിന്ന്. ഏകദേശം 84 പേജോളം വരുന്ന ഒരു ചെറിയ നോവലാണിത്. പിന്നെ 1942 ഈ ഒരു നോവല് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നീട് 1965 ഇതേ സെയിം പേരിൽ തന്നെ ചലച്ചിത്രാവിഷ്കാരം നടത്തിയ ഒരു നോവലും കൂടിയാണിത്. ഇനി മലയാള സാഹിത്യത്തിലെ അറിയപ്പെട്ട ഒരു നോവലിസ്റ്റ് ആണ്, അതേപോലെ ചെറുകഥാകൃത്താണ്, കൂടാതെ ഒരു സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ് ഈ എഴുത്തുകാരൻ. ഇനി ഇദ്ദേഹത്തിന്റെ എഴുത്തിലെ കഥാവിഷയം എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തെയും സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ജനങ്ങളുടെയും അവരുടെ അവസ്ഥകളെ കഥാവിഷയമാക്കിയ ഒരു എഴുത്തുകാരനാണ് പി കേശവദേവ് എന്ന് പറയുന്നത്. അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സമയത്ത് നേരിട്ടുള്ള അനുഭവത്തിലൂടെ അതിനെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ് ഈ ഓടയിൽ നിന്ന് എന്ന് പറയുന്നത്. പിന്നെ പ്രാചീന കേരളത്തിന്റെ സാമൂഹിക അവസ്ഥകളാണ് ഈ നോവലിന്റെ പശ്ചാത്തലം. ഇതില് മെയിനായിട്ടും 4 ക്യാരക്ടേഴ്സ് ആണുള്ളത്. കഥാപാത്രങ്ങള് നാലെണ്ണാണ് മെയിനായിട്ടും വരുന്നത്. ഫസ്റ്റത്തത് പപ്പു ആണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രം. പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി, പിന്നെ അതേപോലെ കല്യാണി, ലക്ഷ്മിയുടെ അമ്മ കല്യാണി, പിന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഗോപി. പിന്നെ ഈ പപ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോവലിന്റെ ഫസ്റ്റ് ഒരു സ്കൂൾ കുട്ടിയായിട്ടാണ് പപ്പു
വരുന്നത്. പിന്നീട് നോവൽ അവസാനിക്കുന്ന സമയത്ത് ഒരു വൃദ്ധനായിട്ട് മാറുകയാണ്. പപ്പുവാണ് കേന്ദ്ര കഥാപാത്രം. പിന്നെ വരുന്നത് ലക്ഷ്മി. ലക്ഷ്മി ഇതേപോലെ തന്നെ നോവലിന്റെ ആദ്യത്തില് ഒരു കൊച്ചു പെൺകുട്ടിയായിട്ടാണ് കാണുന്നത്. പിന്നെ അവസാനം ആവുമ്പോത്തിന് ഒരു സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ഒരു സ്വതന്ത്രയായ യുവതിയായിട്ട് മാറുന്നു. പിന്നെ ലക്ഷ്മി എന്ന് പറയുന്നത് ഗോപിയുടെ ഭാര്യയും കൂടിയാണ്. പിന്നെ ലക്ഷ്മിയുടെ ജീവിതത്തില് വിദ്യാഭ്യാസം എങ്ങനെ ഒരു മോചക വസ്തുവായി മാറുന്നു അതും കൂടി ഈ നോവലിൽ കാണാം. പിന്നെ ലക്ഷ്മിയുടെ അമ്മയാണ് കല്യാണി. ഇനി പപ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തില് സമൂഹത്തിൽ ഉണ്ടായിരുന്ന അസമത്വങ്ങള് അതുപോലെ അനീതികള് അതിനെതിരെ ശബ്ദം ഉയർത്തിയിരുന്ന ഒരു ആളാണ് പപ്പു. പിന്നെ ആത്മാഭിമാനി കൂടിയായിരുന്നു. കടുത്ത ദരിദ്രാണെങ്കിലും ആരുടെ മുന്നിലും തല താഴ്ത്താതെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു പപ്പു. ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിന് എത്താൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്തിരുന്ന ഒരാളും കൂടിയാണ്. പിന്നെ അനീതിക്കെതിരായി പ്രവർത്തിക്കുന്ന പപ്പു അല്ലെങ്കിൽ ശബ്ദം ഉയർത്തിയിരുന്ന പപ്പു ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ ജീവിതം ഉപേക്ഷിച്ച് സ്കൂളില് അന്ന് ജന്മിമാരുടെ കുട്ടികളോടും അതേപോലെ സാധാരണ ആളുകളുടെ കുട്ടികളോടും എങ്ങനെയാണോ അധ്യാപകർ പെരുമാറിയിരുന്നത് അതിനെതിരെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് സ്കൂൾ ജീവിതം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ്. പിന്നീട് നാട്ടിലെ അസമത്വങ്ങൾ സഹിക്കാൻ പറ്റാതെ നാട് വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു ഫസ്റ്റ്. എന്നിട്ട് അവിടുത്തെ ചുമട് ഏറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിട്ടും പിന്നീട് സോഡ വിൽക്കാന് പോകുന്നുണ്ട്. പിന്നെ തുണിമില്ലില് ജോലി ചെയ്യുന്നുണ്ട്. തുണിമില്ലില് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ജോലിയിൽ എന്തോ പിഴവുണ്ടെന്ന് പറഞ്ഞിട്ട് കൂലി കൊടുക്കാതിരിക്കുന്നതിനെ തുടർന്നിട്ട് മാനേജറെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് ജയിലിലാവുന്നുണ്ട്. പിന്നെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇദ്ദേഹം റിക്ഷ വാടകയ്ക്ക് എടുത്തിട്ട് ഒരു റിക്ഷാക്കാരനായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു റിക്ഷ വാങ്ങിക്കുന്നുണ്ട്. പിന്നീട് ഈ നോവലിന്റെ അവസാനം വരെ റിക്ഷക്കാരനായിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഈ ലക്ഷ്മി എങ്ങനെയാണ് ഈ നോവലിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ റിക്ഷ തട്ടിയിട്ട് ഓടയിലേക്ക് വീഴാണ് ഈ കുട്ടി. അങ്ങനെയാണ് ഈ നോവലിക്ക് ലക്ഷ്മി എത്തുന്നത്. പിന്നീട് ഇദ്ദേഹം ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടുത്തെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഇവളുടെ കാര്യങ്ങൾ പിന്നീട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥകളൊക്കെ ഈ നോവലില് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ലക്ഷ്മിയെ സ്കൂളിലേക്ക് അയക്കുന്നു. അതേപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇവക്ക് വിദ്യാഭ്യാസം നൽകുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആ ഒരു സന്ദർഭങ്ങളൊക്കെ ഈ നോവലില് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ലക്ഷ്മിക്ക് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ലക്ഷ്മി കുറച്ച് വലിയ കുട്ടിയാവുമ്പോൾ ഇവക്ക് ഈ പപ്പുവിനെ കാണുന്നത് ഒരു നാണക്കേടായിട്ട് മാറുന്നു. അങ്ങനെ അവള് സ്കൂളില് പരിചയപ്പെടുത്തുന്നത് ലക്ഷ്മി പണിക്കാരനായിട്ടാണ് ഈ പപ്പുവിനെ പരിചയപ്പെടുത്തുന്നത്. റിക്ഷ ഓടിച്ച് പിന്നീട് ഇദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും റിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ ആവശ്യങ്ങൾക്ക് ലക്ഷ്മിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നീട് റിക്ഷ വിൽക്കുന്നുണ്ട്. അഥവാ ക്ഷയരോഗം കൂടി വരുന്ന സമയത്ത് റിക്ഷ ഓടിക്കാൻ പറ്റാതാവുന്നുണ്ട്. അങ്ങനെ റിക്ഷ വിൽക്കുന്നുണ്ട്. ചികിത്സിക്കാൻ ഒന്നും നിൽക്കണില്ല. അതേപോലെ ലക്ഷ്മി ആണെങ്കിൽ ഒരു ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിട്ട് ഇഷ്ടത്തിലാവുകയാണ്. പിന്നീട് ഗോപിനാഥ് ആണ് ഈ പപ്പുവിന്റെ സ്നേഹം മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ ലക്ഷ്മിക്ക്. പിന്നീട് അവര് വിവാഹം കഴിക്കുന്നു. അതും ഇതിൽ കാണാം. പിന്നെ വിവാഹത്തിന് ശേഷം ഗോപിയുടെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പപ്പുവിനോട് പറയുമ്പോൾ പപ്പു അത് കേൾക്കാതെ വേറെ എങ്ങോട്ടോ നടന്നകന്ന് പോകുന്നതാണ് ഈ നോവലിന്റെ അവസാനത്തിൽ കാണുന്നത്. പിന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത കാരണത്തിന്റെയും അതേപോലെ സ്നേഹത്തിന്റെയും ഒരു ആൾരൂപമായിട്ടാണ് പപ്പു ഇതില് കാണുന്നത്, ഈ നോവലില് കാണുന്നത്. അതേപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതീകമായിട്ടും ഈ ക്യാരക്ടർ കാണാം. പിന്നെ വരുന്നത് നോവലിന്റെ പ്രധാന സവിശേഷത പറയുകയാണെങ്കിൽ ദൃശ്യാനുഭവം.
ഇപ്പം നോവലിന്റെ ഫസ്റ്റ് വരുന്നത് ഗ്രാമീണ പശ്ചാത്തലം അഥവാ സ്കൂൾ ലൈഫ്, സ്കൂൾ ഗ്രാമത്തിലെ സ്കൂളിലത്തെ ആ ഒരു പശ്ചാത്തലം, സന്ദർഭങ്ങള് അതൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ എഴുത്തുകാരന് അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ പിന്നീട് അത് നഗരത്തിലേക്കായിട്ട് മാറണു. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് മാറുമ്പോൾ അവിടുത്തെ പശ്ചാത്തലങ്ങള് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ലളിതമായ ഭാഷയിലാണ് ഈ നോവല് എഴുതിയിട്ടുള്ളത്. ഏതൊരാൾക്കും വായിക്കാൻ മനസ്സിലാവുന്ന രീതിയിലാണ്. അതേപോലെ ഒരു കുഞ്ഞു നോവലാണ്. പിന്നെ രചയിതാവിന്റെ സാമൂഹ്യ ബോധം, പിന്നെ ദരിദ്രവർഗത്തോടുള്ള കരുണ, അതൊക്കെ ഈ ഒരു നോവലില് കാണാം. പിന്നെ പ്രാചീന കേരളത്തിന്റെ സാമൂഹിക അവസ്ഥകള് അതൊക്കെ ഈ നോവല് വായിച്ചാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകളുടെ ദുരിതങ്ങള്, അന്ന് അനുഭവിച്ചിരുന്ന ദുരിതങ്ങള് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നോവലാണ്. ഇത്രയാണ് ഈ നോവലിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു ഷഹാന. ഷഹാന നന്നായി പ്രസന്റ് ചെയ്തു. ഞാൻ ഫീഡ്ബാക്ക് പറയാനായി അസ്ലഹയെ ക്ഷണിക്കുന്നു. ഷഹാന നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ബുക്കിനെ പറ്റി ഞാൻ വായിച്ചിട്ടില്ല ഈ ബുക്ക്, പക്ഷെ അതിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ എഴുത്തുകാരനെ പറ്റിയിട്ടാണെങ്കിലും ആ ഒരു എഴുത്തിന്റെ രീതി എങ്ങനെയാണ്, ആ ശൈലിനെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ഷഹാന പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് എന്തായാലും വായിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നന്നായി റിവ്യൂ പറഞ്ഞതിന് നന്ദിയുണ്ട്. അടുത്തത് നഫീദയെ ഇൻവൈറ്റ് ചെയ്യാണ്. ഷാന പി കേശവദേവന്റെ ഓടയിൽ നിന്നുള്ള നോവലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ബുക്ക് ലൈബ്രറി കണ്ടിട്ടുണ്ട്, പക്ഷെ വായിച്ചിട്ടില്ല. അപ്പോ കുറച്ച് ടൈം നേരം വൈകി തുടങ്ങിയാണെങ്കിലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഷഹാന നന്നായിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തത്. ആദ്യം നമുക്ക് കുറച്ച് സമയം പോയെങ്കിലും അത് എന്തോ ഫോണിലുള്ള പ്രശ്നം കൊണ്ടാ തോന്നുന്നു. അപ്പൊ ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും നന്ദി. ടീച്ചേഴ്സിനും നന്ദി, സീനിയേഴ്സിനും നമ്മുടെ ജൂനിയേഴ്സിനും നന്ദി. താങ്ക് യു ഷഹാന. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്.